സോ ഹലോ ഗേയ്സ്, ഐ എം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബായാലും ടിക്ടോക്കായാലും ഏതൊരു മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ബക്കറ്റ് ചിക്കൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് വേണ്ടി ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഇനി വിളിച്ച് വേണമെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. In the zone, that's the only way I know. Feeling low, about to blow back up. Here I never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. സോ ഗെയ്സ്, അപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ടൊന്ന് കഴുകി എടുത്ത ശേഷം നമ്മൾ മസാല കൂട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് അരപ്പ് പറ്റാൻ വേണ്ടി പുരട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുളക് പൊടി എടുത്ത ശേഷം പിന്നീട് നമ്മൾ മല്ലിപ്പൊടി എടുക്കുകയാണ്. അതിനുശേഷം ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഈ വീഡിയോ നേരത്തെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിന് വോയിസ് ഓവറോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വീഡിയോക്കകത്ത് ലൈവായിട്ട് കാര്യം പറയുന്നില്ല, അല്ലാതെ വോയിസ് ഓവറോൾ ചെയ്യുകയാണ്. അപ്പം മല്ലിപ്പൊടി എടുത്ത ശേഷം കുരുമുളക് പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ എടുക്കുക. ഓക്കെ, മഞ്ഞൾപ്പൊടി എടുത്ത ശേഷം ഒരു ഇച്ചിരി എടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഒരുപാട് വരുന്നില്ല, കുറച്ച് മതി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഏകദേശം സെയിം റേഞ്ച് അളവിലെടുക്കുക. അതിനുശേഷം മസാല, നമ്മൾ ഗരം മസാല എടുക്കണം. അപ്പോൾ ഗരം മസാല ഏറ്റവും നല്ലത്, ഇച്ചിരി കൂടെ നല്ലതെന്ന് വെച്ചാൽ ഈസ്റ്റേണിൻ്റെ ആണ്. ഇപ്പോൾ ഇതിവിടെ ഉപയോഗിച്ച മസാല എന്ന് വെച്ചാൽ ബ്രാഹ്മൺസിൻ്റെയാണ്. ഈസ്റ്റേൺ ഗരം മസാല ആണെങ്കിൽ നല്ലതാണ്. ഇച്ചിരി കൂടെ ടേസ്റ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് വരും. മസാല ഇച്ചിരി നമ്മൾ മുളക് പൊടിയേക്കാൾ ഇച്ചിരി കൊണ്ട് കൂടുതൽ എടുക്കണം, കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഇതറിയത്തുള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കണം. ഇതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ അരിഞ്ഞ് അതും പിഴിഞ്ഞ് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ നാരങ്ങ നീരിൽ അപ്പോൾ ഗൈസ്, നല്ല രീതിയിൽ നമുക്ക് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഘട്ടമാണിത്. മസാല നമ്മൾ പുരട്ടുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ എന്ന് കാണിച്ചു, ജസ്റ്റ് ആ ചിക്കൻ കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇച്ചിരി ഉപ്പുപൊടി ഇട്ട ശേഷം ഉപ്പുപൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പുപൊടി എടുക്കുക. അതിന് ഉപ്പിൻ്റെ ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഉപ്പുപൊടിയൊക്കെ ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ കണ്ടിന്യൂസ് വേണം ചേർത്ത് ഫുള്ളി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം ചേർത്താണ് മിക്സ് ചെയ്തത്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെള്ളവും കൂടെ ചേർത്താണ് ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നാരങ്ങ നീര് ഞങ്ങൾ ലേശം ഒന്ന് പിഴിഞ്ഞ് ചേർക്കും. അപ്പോൾ നാരങ്ങാനീര് ഞങ്ങൾ ഒഴിക്കുകയാണ്. നാരങ്ങാനീര് ഒഴിച്ച് അതെല്ലാം കൂടെ, നാരങ്ങാനീര് നമ്മൾ വെറുതെ കളയരുത്, അത് മൊത്തം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലക്കൂട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മിക്സ് ചെയ്യുന്നത് ഞങ്ങളുടെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ കുക്കിങ്ങിൻ്റെയൊക്കെ പരിപാടി നല്ലതായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടനാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനുശേഷം ചിക്കൻ എടുത്തിട്ട് സോ ഗൈസ്, അപ്പം നമ്മൾ ചിക്കനെ നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. അപ്പം ചിക്കന് മാർക്ക് ചെയ്ത് വിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കാൻ, ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചിക്കന് മാർക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഈ ലൈനൊക്കെ ചെയ്ത് വിട്ടാൽ മാത്രമേ നമ്മൾ മസാല തേച്ചിട്ട് അത് ഉള്ളിലോട്ട് ചെല്ലത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിക്കൻ നല്ലതായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം.
നെഞ്ചിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് മാർക്ക് ചെയ്ത് വിടുക. മാർക്ക് ചെയ്ത ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോകണം. ഇതിനുശേഷം നല്ലതായിട്ട് നമ്മൾ മസാല ഒന്ന് പുരട്ടും. അപ്പം നല്ലതായിട്ട് ഈ മസാലയൊക്കെ എടുത്ത് ചിക്കനിൽ മേലെ നല്ലതായിട്ട് ഒരു ഇടവും പോലും വിടാതെ നല്ല രീതിയിൽ നമ്മൾ ചിക്കനിൽ നിന്ന് പുരട്ടി കൊടുക്കുക. പുറത്തും എല്ലായിടവും നല്ല രീതിയിൽ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം മസാല. നല്ല രീതിയിൽ ആ മാർക്ക് ചെയ്തിട്ടേക്കുന്ന ലൈനിനകത്തൊക്കെ നല്ല രീതിയിൽ നമ്മൾ മസാല ഒന്ന് പുരട്ടി കൊടുക്കണം. കാരണം മസാല നല്ലതായിട്ട് ഇത് പിടിച്ചാൽ മാത്രമേ ആ ഒരു ബക്കറ്റ് ചിക്കന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ല രീതിക്ക് നമ്മൾ മസാല ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്നും വിടുന്നില്ല. കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വെളിയിൽ നിന്നുള്ള ശബ്ദമൊക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നോയ്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ വോയിസ് തന്നെ അധികം ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നില്ല. ഏകദേശം ഞാൻ ഇതിനകത്ത് വോയിസ് ഓവറോൾ ചെയ്യുന്ന വോയിസ് മാത്രമേ ഇതിനകത്ത് കേൾക്കുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസൊക്കെ ചില ഭാഗങ്ങളിലുള്ള ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ വോയിസ് നമ്മൾ ഇടുന്നത്. ഇതിനുശേഷം നമ്മൾ മല്ലിയിലയും പുതിങ്ങയിലയും കൂടെ എടുത്ത് നമ്മൾ മസാല പുരട്ടി ചിക്കനകത്ത് വെക്കണം. ഇപ്പോൾ ഓരോ ഫ്ലേവറിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പലരും പല രീതിയിലാണ് നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഓരോ ഫ്ലേവറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിങ്ങയിലയും കൂടി ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇച്ചിട്ടുണ്ട് വരാൻ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ചേക്കുന്ന മുളകുപൊടി എന്ന് പറഞ്ഞാൽ സാധാ വരുന്ന മുളകുപൊടി അല്ല, ഇച്ചുകൊണ്ട് എരിവ് കൂടി മുളകുപൊടിയാണ് ഉപയോഗിച്ചത്. ഞാനും ഞങ്ങളുടെ ചേട്ടന് പിന്നെ ഞങ്ങളുടെ അനിയന്മാരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അനിയന്മാരും എല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ ചേട്ടനും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷം ചിക്കൻ്റെ 2 കാലും കൂടെ ഞങ്ങൾ ഒരു നൂല് വെച്ചിട്ട് ചുറ്റിയൊന്ന് കെട്ടി, ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചുറ്റിയൊന്ന് കെട്ടി വെച്ചു. നല്ലതായിട്ടൊന്ന് ചുറ്റി വെച്ചു. ഇതിപ്പം തയ്യൽ മെഷീൻ്റെ നൂലായതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇതാവും. സാധാ നൂലല്ല, തയ്യൽ മെഷീൻ്റെ നൂലാകുമ്പോൾ 2-3 ചുറ്റി അത് കെട്ടേണ്ട ആവശ്യം വരില്ല. ഇതിനുശേഷം ഇതിനെ 2 മണിക്കൂർ ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി. അപ്പം ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് മസാലയൊക്കെ ഒന്ന് സെറ്റായി വരത്തുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ചേട്ടൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ മസാല പുരട്ടി വെച്ചേക്കുന്ന കൂട്ടിയതാണ്. ഇതിന് ശേഷം ഞങ്ങൾ റെഫ്രിജറേറ്ററിലോട്ട് നമ്മൾ കൊണ്ടുപോവാണ്, ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിന് മസാലയൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ 2 മണിക്കൂറോളം ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടി ഇടുക.
സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്തി ആവുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വീഡിയോ എടുക്കാൻ തന്നെ ഒരുപാട് പാടുപെട്ടു. അതിനുശേഷം ഞങ്ങളിത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഏതാണ്ട് 2:15 ഞങ്ങളെടുത്ത് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ മഴയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ആ മഴ ഞങ്ങളെ അത് മുടക്കി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ 3:45 ആയപ്പോഴാണ് ഇതെടുത്തത്. അപ്പോൾ 2 മണിക്കൂർ എന്നുള്ള ഒരു 3 മണിക്കൂർ ഏകദേശം റെഫ്രിജറേറ്ററിൽ ഇരുന്നു, 3 മണിക്കൂറോളം. അപ്പോൾ അതിനനുസരിച്ച് മസാല നല്ല വൃത്തിക്ക് മസാല സെറ്റായിട്ടുണ്ട് അതിനകത്ത്. പിന്നീട് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം വെള്ളം പോലെ വന്നത് അത് മസാല തന്നെയാണ്. പിന്നെ അതെടുത്ത് ഞങ്ങൾ അതിൻ്റെ മണ്ടക്കം ഒഴിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു മുളകം കൊണ്ടുണ്ടാക്കി ഒരു ഇത് അടിച്ചുറപ്പിച്ച് അതിനകത്തോട്ട് ചിക്കൻ സെറ്റ് ചെയ്ത ശേഷം അതിനൊക്കെ മുമ്പ് നമ്മൾ വാഴയിലെടുത്ത് നല്ല വൃത്തിക്ക് അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ചിക്കൻ എടുത്ത് നമ്മളൊരു കമ്പിനകത്ത് വെച്ച ശേഷം സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വന്നിട്ട് മണ്ടയ്ക്ക് നമ്മുടെ ബക്കറ്റ് ഇടയ്ക്കാണ്. ഇപ്പോൾ ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണപ്പാട്ടയാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു പാട്ടയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്കറ്റ്. അപ്പോൾ ഈ ബക്കറ്റ് വെച്ച ശേഷം ഞങ്ങൾ ഈ ബക്കറ്റിൻ്റെ മണ്ടയ്ക്ക് ഒരു വെയിറ്റിന് വേണ്ടി നല്ലൊരു കല്ല് വെച്ചു. വെക്കുന്നതിന് മുമ്പ് ബക്കറ്റ് നല്ല വൃത്തിക്ക് അടിച്ച് താഴോട്ട് ഉറപ്പിച്ച് അതിനുശേഷം ഞങ്ങൾ ബക്കറ്റിൻ്റെ മണ്ടയ്ക്ക് നല്ലൊരു കല്ലെടുത്ത് വെച്ചു. വെച്ചാൽ ബക്കറ്റ് നമ്മളിപ്പോൾ വിറവൊക്കെ അടിക്കിയാലും തീ അകത്ത് കയറരുത്. എന്തൊക്കെ നമ്മൾ എങ്ങനെ കത്തിയെന്ന് പറഞ്ഞാൽ ഒരു അംശം തീ പോലും അകത്ത് ചെല്ലരുത്. അകത്ത് ചെല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് ചിക്കൻ കരിയാതെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോവും, നമ്മളുണ്ടാക്കിയത് ഫെയിലായി പോവും. അപ്പോൾ ചിക്കൻ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ മണ്ണിലോട്ട് ഉറപ്പിച്ച ശേഷം ഒരു തീ പോലും ഉള്ളിലോട്ട് കയറാത്ത വിധത്തിൽ വെച്ച ശേഷം ഞങ്ങൾ കല്ല് വെച്ച് ഉറപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഈത്തുനിന്നൊക്കെ എടുത്ത് വിറവെല്ലാം കൂടെ എടുത്ത് സൈഡിലോട്ട് അടുക്കിയിലെ കുന്നുപോലെ ഇങ്ങനെ കൂനയായിട്ട് വെച്ച ശേഷം തീ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ തീ കൊടുക്കുന്നത് അനിയനാണ്. ഇപ്പം ഞങ്ങൾക്ക് ആദ്യം തീ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തീയൊക്കെ കൊടുത്ത് ഈ മഴ പെയ്ത് ഇരുന്നുകൊണ്ടൊരു സമയമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മണ്ണെല്ലാം നനഞ്ഞ് കഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഓൾവേസ് ഞങ്ങൾക്ക് തീ കൊടുത്ത ശേഷം പോലും തീ കത്തിയില്ല. കത്തിപ്പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അണഞ്ഞു പോകും. പിന്നീട് അവസാനമായപ്പോഴാണ് ചകരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സംഭവമൊക്കെ വെച്ച് തീ കത്തിച്ചത്. ഇപ്പോൾ ഏകദേശം ഇത് വേവാൻ 15 മിനിറ്റ് 16 മിനിറ്റ് മതി. അതിനും ആ ഒരു ടൈം കൊണ്ട് ഇത് വെന്തിരിക്കും. ഞങ്ങൾക്കില്ലേ മഴയുടെയൊക്കെ ഇരുതാണ്ടാണ്ട് കുറേ സമയം എടുത്തു. ഒരു 4 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ 5:30 ആയപ്പോഴായത് ബക്കറ്റ് ചിക്കൻ ഞങ്ങൾ എടുത്തത്. അത്രയും നേരം ഞങ്ങൾക്ക് തീ ചൂട് കൊള്ളേണ്ടി വന്നു. അത്രയും നേരം തീ വെച്ചപ്പോഴാണ് അത് വെന്തത്. ഈ സമയത്ത് എന്നെ കാണാത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോയ്ക്കകത്ത് ഞാൻ എല്ലാ വീഡിയോ എടുക്കുന്ന മൊത്തം ഞാനാണ്. അപ്പോൾ അവരായിരുന്നു അവർ പഴയ ഇടയ്ക്ക് മാത്രമേ ഞങ്ങളുടെ അനിയൻ വന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുമ്പം എന്നെ കാണില്ലായിരിക്കും, അനിയനായിരിക്കും, അനിയന്മാരെയൊക്കെ ചേട്ടന്മാരെയൊക്കെയാണ് കാണുന്നത്. പിന്നീട് അനിയൻ വന്ന് വീഡിയോ എടുത്തപ്പോഴാണ് എന്നെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവരാണ് പേപ്പർ കച്ചർ, പേപ്പർ കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, പേപ്പർ കത്തുന്നുണ്ട് തീ. സോ ഗൈസ്, ഞങ്ങൾ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാര്യം ഒരുപാട് ലെങ്തി ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തീ കണലൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് സൈഡ് നീക്കിയ ശേഷം ഞങ്ങൾ ബക്കറ്റിൻ്റെ മണ്ടയ്ക്കുള്ള കാര്യം എല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഞങ്ങൾ ബക്കറ്റ് ഒന്ന് പൊക്കാന്ന് വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ചീനിയും കൂടെ ഇപ്പം കപ്പ കപ്പ ഞങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വിറവിനകത്തിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു തീക്കകത്തിട്ട്. ഇപ്പോൾ അതിനകത്ത് കപ്പ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം ആ വിറവിൻ്റെ ഇടയ്ക്ക് കപ്പ കിടക്കുന്നത്.
സോ ഗൈസ് ഞങ്ങൾ അതിനുശേഷം ജസ്റ്റ് ഞങ്ങൾ ബക്കറ്റൊന്ന് മാറ്റിയ ശേഷം ഞങ്ങൾ ചിക്കൻ നോക്കി എല്ലായിടും വെന്തോ ഇല്ലെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയ ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അടിഭാഗം അത്ര വെന്തിട്ടില്ല, മേൽഭാഗം മാത്രമേ വെന്തുള്ളൂ. അതിന് കാരണമുണ്ട്, ചിക്കൻ ഒരുപാട് ഒരുപാട് ഇലയിലോട്ട് താന്നാണ് ഇരുന്നത്. അപ്പോൾ അടിഭാഗത്ത് അധികം ചൂട് തട്ടിയിട്ടില്ല, അത് ഒന്നാമത് നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അടിഭാഗത്ത് അധികം ചൂട് തട്ടിയില്ല, അതുകൊണ്ട് മേൽഭാഗത്താണ് നല്ല രീതിയിൽ ചൂട് തട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ചിക്കൻ കരിയാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ ബക്കറ്റ് ചിക്കൻ പക്കയായിട്ട് ഞങ്ങൾക്ക് ഇതായി. അപ്പോൾ കുറേ ഫോട്ടോഗ്രാഫറൊക്കെ വന്നായിരുന്നു, ജസ്റ്റ് ഫോട്ടോഗ്രാഫറൊക്കെ സൈഡിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ചിക്കൻ ഇതാണ് ബക്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അനിയന്മാരെല്ലാം കൂടെ വന്നിട്ട് ചുറ്റിനും. ഞാൻ ഫോട്ടോഗ്രാഫർ എന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ അനിയന്മാരാണ്. അപ്പം അനിയന്മാർ വന്നിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു, ജസ്റ്റ് റൗണ്ടിലൊക്കെ വന്നിരുന്നിട്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ എന്നെ വീഡിയോ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്നെ വീഡിയോ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ. കാര്യം കൂടുതൽ സമയം ഞാനല്ല വീഡിയോ പിടിക്കുന്നെങ്കിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താണ്ട് ഇവിടെ വന്നു, ജസ്റ്റ് സ്പോട്ടൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾ ചേട്ടനോട് കാര്യമൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഞങ്ങൾ സ്ഥലമൊക്കെ സന്ദർശിച്ചു, ചിക്കനൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് സ്പോട്ടൊക്കെ ഒന്ന് വന്ന് അന്വേഷിച്ചു. അതിനുശേഷം നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങളുണ്ട് കിടക്കാം. ഓക്കെ ഗൈസ്, ഏകദേശം ഇപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസ് 18 മിനിറ്റോളം ആയി. അപ്പോൾ എത്ര നേരം എന്ന് വെച്ചാൽ വീഡിയോസ് ഇത്ര നേരം കാണത്തുള്ളൂ, ഇടയ്ക്ക് കട്ട് ചെയ്ത് പോകുന്ന പാർട്ടുണ്ടാവും, അതുകൊണ്ടാണ് വീഡിയോ ഷോർട്ടായി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടാണ്, അതാണ് ഞങ്ങളെ കപ്പ ചുട്ടെടുത്തത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചിക്കന് വെന്ത ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി, ബക്കറ്റ് ചിക്കനെ ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഞങ്ങൾ അതിന് ഡെക്കറേറ്റ് ചെയ്യുന്ന വിചാരിച്ചു. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സവാള, അതിനുശേഷം തക്കാളി, പിന്നെ നാരങ്ങ, അതിനുശേഷം ഞങ്ങൾ സോസും എടുത്തു. സോസും കൂടെ എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ സോസും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ചിക്കനൊക്കെ നമുക്ക് ഇതിനാണെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും, അതിനാണ് ഞാൻ സോസ് എടുത്തത്. സവാളയൊക്കെ ഞങ്ങളിങ്ങനെ അരിഞ്ഞ് ഒരു റിങ് രൂപത്തിൽ അരിഞ്ഞിട്ട്, അതിനുശേഷം ഞങ്ങൾ തക്കാളി റിങ് രൂപത്തിൽ അരിഞ്ഞിട്ട ശേഷം നാരങ്ങ റിങ് രൂപത്തിൽ തന്നെ അരിഞ്ഞിട്ടു. അതിനുശേഷം ഇതെല്ലാം കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ഞങ്ങളുടെ ബക്കറ്റ് ചിക്കൻ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത്, ഒരു മാലയും വളയൊക്കെ ഇട്ടും കൊടുത്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്ത് പൊളിയാക്കി എടുത്ത് ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുത്ത ശേഷം ഞങ്ങൾ ഇതാണ് നമ്മൾ കപ്പ, ചുട്ട കപ്പ ഞങ്ങളിന്ന് പീരിച്ചെടുത്തു. അപ്പോൾ ഇതും ചിക്കനും കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബക്കറ്റ് ചിക്കൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങളൊന്ന് തിന്ന് നോക്കി. അപ്പം ഞങ്ങൾ പ്രതീക്ഷകളല്ല, ബക്കറ്റ് ചിക്കൻ വേറെ ലെവലാണ് ടേസ്റ്റ്, പൊളി ടേസ്റ്റാണ്. ഞങ്ങൾ വിചാരിച്ചോളൂന്നുള്ളതാണ് പൊളി ടേസ്റ്റ്. ഞങ്ങൾ ആദ്യം കത്തിച്ച സമയത്തൊക്കെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചായിരുന്നു, ഫെയിലായി പോവും. പക്ഷെ ഫെയിലായി പോയില്ല, എന്താ ഭാഗ്യം കൊണ്ട് ഫെയിലായില്ല. അപ്പോൾ ഇതൊക്കെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നവർ പലമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തീ കൊടുക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സ്പോട്ട് ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് ഒരിക്കലും കരിഞ്ഞു പോകാത്ത വിധത്തിൽ തന്നെ നമുക്ക് കിട്ടും. അല്ല നമ്മൾ തീയുടെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം മസാലയൊക്കെ ജസ്റ്റ് പിടിച്ച് നല്ലപോലെ അത് വെന്തിരിക്കുകയാണ്. ഇപ്പം നല്ലപോലെ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. ബക്കറ്റ് ചിക്കൻ ഇപ്പോൾ എടുത്തപ്പോഴും ചൂടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ചൂട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ അതിൽ നിന്നൊരു പീസ് എടുത്ത് ഞങ്ങൾ തിന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് ഈറ്റ് ചെയ്ത് നോക്കി. അപ്പം അതിനുശേഷം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ ഞങ്ങളുടെ അനിയനാണത്. അപ്പോൾ അനിയൻ ജസ്റ്റ് ബക്കറ്റ് ചിക്കൻ അങ്ങ് മുക്കി തിന്ന് നോക്കി. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല, അത് വേറെ ലെവലാണ്. അപ്പോൾ ആ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, അവിടെ തന്നെ പറഞ്ഞൊരു വോയിസ് ഞാൻ കേൾപ്പിക്കാം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, സാധാരണ രീതിയിലല്ല, സാധാരണ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്ന പോലെ അല്ല, നല്ല വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഇതിന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് യൂസ് ചെയ്യാം, വേറെ ഏത് വേണമെങ്കിലും. ഇപ്പം ഓറഞ്ച് അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് പിഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് ഒരു ഫ്ലേവറായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തിന്നാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാമെന്നുള്ളതാണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.